AI മാസ്റ്റർ ക്ലാസ്സിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹൃദയമായ ഡേറ്റയെക്കുറിച്ചും പ്രോബബിലിറ്റിയെക്കുറിച്ചും ഒരു ശക്തമായ അടിത്തറ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യം നമ്മൾ ഡേറ്റയുടെ വിവിധ സ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കും. അത് സംഖ്യകളോ, ചിത്രങ്ങളോ, ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് പോലും ആകാം. പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റയിലെ പാറ്റേണുകൾ കണ്ടെത്താൻ നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നും നമ്മൾ കാണും. അടുത്തതായി നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് കടക്കും. എന്താണ് പ്രോബബിലിറ്റി? അത് എങ്ങനെ കണക്കാക്കാം? ഒരു സംഭവം നടക്കുന്നതിനുള്ള സാധ്യത മനസ്സിലാക്കാൻ അത് നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നെല്ലാം നമ്മൾ പഠിക്കും. ഒരു ഡൈ ഉരുട്ടുക, ഒരു നാണയം ടോസ് ചെയ്യുക, കാർഡുകൾ കളിക്കുക പോലുള്ള ലളിതമായ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കും. കൂടാതെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് ഇവന്റ്സ് എന്നിങ്ങനെയുള്ള വിവിധതരം സംഭവങ്ങളെക്കുറിച്ചും അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ നിയമങ്ങൾ എങ്ങനെ പ്രയോഗിക്കാമെന്നും നമ്മൾ പഠിക്കും. അവസാനമായി കാലാവസ്ഥാ പ്രവചനം, പരീക്ഷകൾ, കളികൾ, പിന്നെ തീർച്ചയായും AI മോഡലുകളിലെല്ലാം പ്രോബബിലിറ്റിയുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ കാണും. ക്ലാസിന്റെ അവസാനം നിങ്ങളുടെ ധാരണ കൂടുതൽ ശക്തമാക്കാൻ ഞാൻ നിങ്ങൾക്ക് പരിശീലന പ്രശ്നങ്ങളും നൽകും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ എന്താണ് പ്രോബബിലിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് മാത്രമല്ല, AI എങ്ങനെയാണ് ഓരോ ദിവസവും തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് അതിനെ ബന്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും. ആദ്യമായി നമുക്ക് ഡേറ്റയെക്കുറിച്ച് പഠിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡേറ്റ. എന്താണ് ഡേറ്റ? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് ശേഖരിക്കുന്ന അസംസ്കൃത വിവരങ്ങളും വസ്തുതകളുമാണ് ഡേറ്റ. എന്തുകൊണ്ടാണ് ഡേറ്റ AIക്ക് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു ഡേറ്റ എടുത്ത് അതിൽ പാറ്റേണുകൾ കണ്ടെത്തി അത് പഠിച്ചു, അത് ഉപയോഗിച്ചാണ് AI മോഡലുകൾ വർക്ക് ചെയ്യുന്നത്. അതായത്, നമ്മൾ മനുഷ്യർ എങ്ങനെയാണോ കണ്ടും കേട്ടും വായിച്ചും ഒരു കാര്യം പഠിച്ചു പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെയാണ് AIയും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് AIക്ക് കാര്യങ്ങൾ പഠിക്കാനും അതിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും സാധിക്കുന്നത് വലുതും അർത്ഥപൂർണവുമായ ഡേറ്റ ലഭ്യമാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഡേറ്റയാണ് AIയുടെ ഇന്ധനമെന്ന് നമ്മൾ പറയുന്നത്. എവിടെ നിന്നാണ് ഡേറ്റ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ സോഴ്സ്? സെൻസറുകൾ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ബിസിനസ് ഇടപാടുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ടെക്സ്റ്റ് അല്ലെങ്കിൽ IoT ഉപകരണങ്ങൾ എന്നിങ്ങനെ വിവിധതരം സ്രോതസ്സുകളിൽ നിന്ന് ഡേറ്റ വരാം. ഇങ്ങനെ വരുന്ന ഇത്രയധികം ഡേറ്റയെ മനസ്സിലാക്കാൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡേറ്റയെ ചിട്ടപ്പെടുത്താനും അഥവാ ഓർഗനൈസ് ചെയ്യാനും വിശകലനം അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനും അതിലെ പാറ്റേണുകൾ കണ്ടെത്താനും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. ഡേറ്റ ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനുമുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലെ ടൂളുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് ഡേറ്റ പഠിക്കാനും അതിൽ നിന്ന് പ്രോബബിലിറ്റികൾ അഥവാ സാധ്യതകൾ, ട്രെൻഡുകൾ, പ്രവചനങ്ങൾ അഥവാ പ്രെഡിക്ഷൻ എന്നിവ മനസ്സിലാക്കാൻ നമ്മളെയും AIയെയും സഹായിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന ടൂൾ പഠിക്കാം. AIക്കും നമ്മൾക്കും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രോബബിലിറ്റി വളരെ സഹായകരമാണ്. ഇനി നമുക്ക് പ്രോബബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. പ്രോബബിലിറ്റി ഒരു സംഭവം നടക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ലളിതമായി പറയുന്നു. ഇതിന്റെ മൂല്യം എപ്പോഴും 0നും 1നും ഇടയിലായിരിക്കും. ഇവിടെ 0 എന്നാൽ അസാധ്യമായ സംഭവമെന്നും 1 എന്നാൽ തീർച്ചയായും നടക്കുന്ന സംഭവമെന്നും അർത്ഥമാക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? അതിന്റെ പ്രോബബിലിറ്റി 0 ആണെങ്കിൽ മഴ പെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നും, പ്രോബബിലിറ്റി 1 ആണെങ്കിൽ തീർച്ചയായും മഴ പെയ്യുമെന്നുമാണ്. പ്രോബബിലിറ്റി 0.5 ആണെങ്കിൽ 50-50 ചാൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രോബബിലിറ്റി വളരെ പ്രധാനമാണ്. AI പലപ്പോഴും അപൂർണമായതോ അനിശ്ചിതമായതോ ആയ ഡേറ്റയെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായ പ്രവചനങ്ങൾ നടത്താനും ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും പ്രോബബിലിറ്റി AIയെ സഹായിക്കുന്നു. എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള അടിസ്ഥാന ഫോർമുല ഇതാണ്: അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ സാധ്യമായ ഫലങ്ങളുടെ എണ്ണം. ഉദാഹരണത്തിന്, ഒരു നാണയം എറിയുമ്പോൾ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്നിങ്ങനെ 2 സാധ്യതകളുണ്ട്. അനുകൂല ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫലം. ഉദാഹരണത്തിന്, എനിക്ക് ഹെഡ് വേണമെന്ന് കരുതുക. അപ്പോൾ എനിക്ക് അനുകൂലമായ ഫലം 1 ആണ്, ഹെഡ് മാത്രം. ടോട്ടൽ എത്ര ഫലങ്ങളുണ്ട്? ഹെഡും ടെയിലുമല്ലേ? അപ്പോൾ 2. അപ്പോൾ ഇവിടെ, അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി അനുകൂല ഫലം അതായത് 1 ഹരിക്കണം ടോട്ടൽ ഫലം അതായത് 2. അതായത് പ്രോബബിലിറ്റി 1 ഹരിക്കണം 2 അല്ലെങ്കിൽ 0.5.
വേറൊരു രീതിയിൽ പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാൻ പ്രോബബിലിറ്റി 50-50 ആണ്. അതുപോലെ ഒരു ഡൈ ഉരുട്ടുമ്പോൾ 4 എന്ന സംഖ്യ കിട്ടാനുള്ള സാധ്യത 6ൽ 1 ആണ്. അനുകൂല ഫലം 1, ടോട്ടൽ ഫലം 1, 2, 3, 4, 5, 6, അങ്ങനെ ടോട്ടൽ 6. അതുകൊണ്ട് പ്രോബബിലിറ്റി 1/6. അനിശ്ചിതമായ സാഹചര്യങ്ങളിൽ ചിന്തിക്കാൻ കഴിയുന്ന AI മോഡലുകൾ നിർമ്മിക്കുന്നതിനുള്ള ആദ്യപടി പ്രോബബിലിറ്റി മനസ്സിലാക്കുക എന്നതാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. AI പല രീതിയിൽ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നു. അനിശ്ചിതമായ അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത ഡേറ്റയിൽ പ്രവചനങ്ങൾ അഥവാ പ്രിഡിക്ഷൻ നടത്താനും ഓരോ വസ്തുവിനും അല്ലെങ്കിൽ ഒരു ഡേറ്റയിലെ ഓരോ പോയിന്റിനും അത് സംഭവിക്കാനുള്ള സാധ്യതകൾ നൽകി അതിനെ തരംതിരിക്കാനും വിജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഓപ്ഷൻ തെരഞ്ഞെടുത്ത് തീരുമാനങ്ങൾ എടുക്കാനും AIയെ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന ഫീച്ചർ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സ്പാം ഫിൽട്ടറിന് ഒരു ഇമെയിൽ വായിച്ച് നമ്മൾ മനുഷ്യരെ പോലെ സ്പാം ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പകരം അത് ഇമെയിലിലെ ചില വാക്കുകളും പോയിന്റുകളും കണ്ടെത്തി അത് സ്പാം ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പ്രോബബിലിറ്റി 90%-നേക്കാളും കൂടുതലാണെങ്കിൽ ആ ഇമെയിലിനെ സ്പാം ആയി അടയാളപ്പെടുത്തുന്നു. അതുപോലെ സിരി അല്ലെങ്കിൽ അലക്സ പോലുള്ള വോയിസ് അസിസ്റ്റന്റുകൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നു. നമ്മൾ പറയുന്നത് അവർക്ക് വ്യക്തമായില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വ്യക്തമല്ലാത്ത എന്തെങ്കിലും കേൾക്കുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ കണ്ടെത്തി അവയെല്ലാം അവിടെ ആ സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടെത്തി ഏറ്റവും യുക്തിസഹമായത് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അനിശ്ചിതമായ അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത യഥാർത്ഥ ലോക സാഹചര്യങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ പ്രോബബിലിറ്റി AIയെ സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ AI മോഡൽസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് പ്രോബബിലിറ്റി എന്നും അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും ശരിക്കും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞാൽ നമുക്ക് പൈത്തൺ കോഡ് എഴുതാനും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മുടെ AI മോഡലിനെ പഠിപ്പിക്കാനും എളുപ്പത്തിൽ കഴിയും. പ്രോബബിലിറ്റിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് എക്സ്പെരിമെന്റ്സ്, സാമ്പിൾ സ്പേസ്, പിന്നെ ഇവന്റ്സ് എന്നിവയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ആദ്യം എന്താണ് എക്സ്പെരിമെന്റ് എന്ന് നോക്കാം. ഒരു ഫലം അല്ലെങ്കിൽ ഔട്ട്കം കിട്ടുന്ന ഏതൊരു പ്രോസസ്സിനെയും അല്ലെങ്കിൽ പ്രവൃത്തിയെയും എക്സ്പെരിമെന്റ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ഒരു നാണയം ടോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഡൈസ് ഉരുട്ടുന്നതോ ഒരു എക്സ്പെരിമെന്റ് ആണ്. AIയിൽ ഒരു ഇമെയിലിനെ സ്പാം ആയിട്ടോ സ്പാം അല്ലാതെയോ തരംതിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. സാമ്പിൾ സ്പേസ് എന്നത് ഒരു എക്സ്പെരിമെന്റിന്റെ എല്ലാ സാധ്യമായ ഫലങ്ങളുടെയും അല്ലെങ്കിൽ റിസൾട്ടിന്റെ കൂട്ടമാണ്. ഒരു നാണയം ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എന്നത് ഹെഡ്, ടെയിൽ എന്നിവയാണ്. ഒരു ഡൈസിന്റെ കാര്യത്തിൽ അത് 1 മുതൽ 6 വരെയുള്ള സംഖ്യകളാണ്. 2 നാണയങ്ങളുടെ കാര്യത്തിൽ അത് ഹെഡ് ഹെഡ്, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ്, ടെയിൽ ടെയിൽ എന്നിവയാണ്. AIയിൽ എക്സ്പെരിമെന്റ് ഇമെയിൽ തരംതിരിക്കലാണെങ്കിൽ സാമ്പിൾ സ്പേസ് എന്നത് സ്പാം, സ്പാം അല്ലാത്തത് എന്നിവയാണ്. എക്സ്പെരിമെന്റ് സെന്റിമെന്റ് അനാലിസിസ് ആണെങ്കിൽ സാമ്പിൾ സ്പേസ് പോസിറ്റീവ്, ന്യൂട്രൽ, നെഗറ്റീവ് എന്നിങ്ങനെ ആകാം. ഇനി ഇവന്റ്സ് എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇനി നമുക്ക് പ്രോബബിലിറ്റിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഈ സ്ലൈഡിൽ പ്രോബബിലിറ്റിയിൽ എന്താണ് ഇവന്റ്സ് എന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവന്റ്സിനെക്കുറിച്ചുമാണ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലമാണ് ഒരു ഇവന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു നാണയം ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുന്നത് ഒരു ഇവന്റാണ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 2 ഇവന്റ്സ് ഉണ്ടാകും. ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ഇത് രണ്ടും ഇവന്റ്സ് ആണ്. ഇതിൽ നമുക്ക് വേണ്ട ഇവന്റിനെ, ഉദാഹരണത്തിന് എനിക്ക് ഹെഡ് വേണം, അപ്പോൾ ഹെഡ് കിട്ടുന്ന ഇവന്റ് അഥവാ എനിക്ക് ആവശ്യമുള്ള ഇവന്റിനെ ഫേവറബിൾ ഇവന്റ് എന്ന് പറയും. AIയുടെ കാര്യമെടുത്താൽ ഒരു ഇമെയിൽ സ്പാം ആയിരിക്കുന്നത് ഒരു ഇവന്റാണ്. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവ് ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യും എന്നത് ഒരു ഇവന്റാണ്. ഇവിടെയൊക്കെ AI പ്രോബബിലിറ്റി ഉപയോഗിക്കും. ഇനി വിവിധതരം ഇവന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഒരിക്കലും ഒരുമിച്ച് സംഭവിക്കാത്ത ഇവന്റ്സിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു നാണയം എറിയുമ്പോൾ ഹെഡ് കിട്ടുക എന്നത് ഒരു ഇവന്റാണല്ലേ. അതേപോലെ ടെയിൽ കിട്ടുക എന്നതും വേറൊരു ഇവന്റാണ്. പക്ഷേ ഈ 2 ഇവന്റ്സും ഒരിക്കലും ഒരുമിച്ച് കിട്ടില്ല. ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അതുകൊണ്ട് കോയിൻ ടോസിലെ ഹെഡും ടെയിലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. AIയിൽ ഒരു ഇമെയിൽ ഒന്നുകിൽ സ്പാം ആയിരിക്കും അല്ലെങ്കിൽ സ്പാം അല്ലാതെ ഇരിക്കും. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. ഒരിക്കലും രണ്ടും ഒരുമിച്ചുണ്ടാകില്ല.
അടുത്ത ടൈപ്പ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഒരുമിച്ച് സംഭവിക്കുന്ന ഒന്നിൽ കൂടുതൽ ഇവന്റ്സ് പരസ്പരം സ്വാധീനിക്കില്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ലെങ്കിൽ അങ്ങനെയുള്ള ഇവന്റ്സിനെയാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് 2 നാണയങ്ങൾ ടോസ് ചെയ്താൽ 2 ഹെഡ് കിട്ടുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഒരു കോയിനിൽ ഹെഡ് കിട്ടി, അതുകൊണ്ട് മറ്റേ കോയിനിൽ ഹെഡ് തന്നെ കിട്ടണം അല്ലെങ്കിൽ ടെയിൽ തന്നെ കിട്ടണം എന്നില്ല. 2 ഇവന്റ്സും ഇൻഡിപെൻഡന്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കില്ല. AI-യിൽ കാലാവസ്ഥാ പ്രവചനവും സിനിമ റെക്കമെൻഡേഷനും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്, ഒന്ന് മറ്റൊന്നിനെ ബാധിക്കില്ല. അടുത്തത് ഡിപെൻഡന്റ് ഇവന്റ്സ്. ഒരുമിച്ച് നടക്കുന്ന ഇവന്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഡിപെൻഡഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇവന്റ്സിനെയാണ് ഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഡെക്കിൽ നിന്ന് 2 ബ്ലാക്ക് കാർഡ് എടുക്കുന്നത് ഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ആദ്യത്തെ കാർഡിന്റെ പ്രോബബിലിറ്റി 26/52 ആണ്. പക്ഷേ രണ്ടാമത്തെ കാർഡിന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇവന്റിന്റെ പ്രോബബിലിറ്റി ആദ്യം കിട്ടിയ കാർഡ് ബ്ലാക്ക് ആണെങ്കിൽ ബാക്കി 25 ബ്ലാക്ക് കാർഡല്ലേ ഡെക്കിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് പ്രോബബിലിറ്റി 25/55 ആണ്. പക്ഷേ ആദ്യമെടുത്ത കാർഡ് റെഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഇവന്റിന്റെ പ്രോബബിലിറ്റി 26/55 ആയിരിക്കും. AI-യിൽ ഒരു സെന്റൻസിലെ അടുത്ത വാക്ക് അല്ലെങ്കിൽ വേർഡ് പ്രവചിക്കുന്നത് അതിനു മുൻപ് വന്ന വാക്കുകളെ ആശ്രയിച്ചിരിക്കും. ഇതൊക്കെ ഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. പ്രോബബിലിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു മുൻപ് ഇവന്റ്സിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ വിവിധതരം ഇവന്റ്സിനെക്കുറിച്ച് നമ്മൾക്കറിയാം. ഇനി പ്രോബബിലിറ്റി നിയമങ്ങൾ അഥവാ പ്രോബബിലിറ്റി റൂൾസിനെക്കുറിച്ച് പഠിക്കാം. ആദ്യത്തേത് സങ്കലന നിയമം അല്ലെങ്കിൽ ആഡിഷൻ റൂൾ. 2 ഇവന്റ്സ് ഒരേ സമയം സംഭവിക്കില്ലെങ്കിൽ അഥവാ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിൽ ഏതെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്നത് 2 ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോൾ 2 അല്ലെങ്കിൽ 5 വീഴുന്ന പ്രോബബിലിറ്റി, അതായത് ഒരേ സമയത്ത് 2ഉം 5ഉം വീഴില്ല, പക്ഷേ 2ഓ 5ഓ വീഴാനുള്ള പ്രോബബിലിറ്റി എന്നത് 2 വീഴാനുള്ള പ്രോബബിലിറ്റി പ്ലസ് അല്ലെങ്കിൽ കൂട്ടണം 5 വീഴാനുള്ള പ്രോബബിലിറ്റിയാണ്. 2 വീഴാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. 5 വീഴാനുള്ള പ്രോബബിലിറ്റിയും 1/6 ആണ്. അപ്പോൾ 2ഓ 5ഓ വീഴാനുള്ള പ്രോബബിലിറ്റി എന്നത് 1/6 പ്ലസ് 1/6, അതായത് 2/6 ആണ്. ഇനി 2 ഇവന്റ്സ് ഒരേ സമയം സംഭവിക്കുമെങ്കിൽ, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് അല്ലെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഡെക്ക് കാർഡിൽ നിന്ന് ഹാർട്ട് കാർഡ് കിട്ടാനുള്ള ഇവന്റും കിങ് കാർഡ് കിട്ടാനുള്ള ഇവന്റും. ഇവിടെ കിങ് ഓഫ് ഹാർട്ട് കിട്ടിയാൽ 2 ഇവന്റ്സും ഒരുമിച്ച് സംഭവിക്കുന്നതാണ്, അതായത് ഒരു കാർഡ് എടുക്കുമ്പോൾ തന്നെ 2 ഇവന്റ്സും സംഭവിച്ചു. ഇതുപോലുള്ള ഇവന്റ്സിൽ ഒന്നുകിൽ ഹാർട്ട് കാർഡ് കിട്ടണം അല്ലെങ്കിൽ കിങ് കിട്ടണം. അതിനുള്ള പ്രോബബിലിറ്റി എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി പ്ലസ് കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് അതിൽ നിന്ന് 2 ഇവന്റ്സും ഒരുമിച്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറയ്ക്കണം. ഈ ഉദാഹരണത്തിൽ ഹാർട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്നത് 13/52 ആണ്. കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/52 ആണ്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/52 ആണ്. കാരണം ടോട്ടൽ 52 കാർഡുള്ളതിൽ ഹാർട്ടും കിങ്ങും ഒരുമിച്ച് വരുന്ന ഒരു കാർഡ് മാത്രമേയുള്ളൂ. അപ്പോൾ 1/52. ഇനി നമുക്ക് ഒന്നുകിൽ ഹാർട്ട് അല്ലെങ്കിൽ കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്നത് 13/52 പ്ലസ് 4/52 മൈനസ് 1/52 ആണ്, അതായത് 16/52. അടുത്തത് ഗുണന നിയമം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ. ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കാര്യത്തിൽ 2 നാണയങ്ങൾ എറിയുന്നത് പോലുള്ള ഇവന്റ്സിൽ 2 ഇവന്റ്സും നടക്കുന്നതിനുള്ള പ്രോബബിലിറ്റി അവയുടെ പ്രോബബിലിറ്റികളുടെ ഗുണനഫലമാണ്. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്നത് ആദ്യത്തെ കോയിനിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയായ 1/2 ഗുണിക്കണം രണ്ടാമത്തെ കോയിനിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയായ 1/2 ആണ്. അതായത് 1/2 ഗുണിക്കണം 1/2 സമം 1/4. ഇനി ഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കാര്യത്തിൽ ഒരു കാർഡ് ഡെക്കിൽ നിന്ന് 2 കാർഡുകൾ എടുക്കുന്നതുപോലെ നമ്മൾ ആദ്യ ഇവന്റിന്റെ പ്രോബബിലിറ്റിയും അത് സംഭവിച്ചതിനു ശേഷം രണ്ടാമത്തെ സംഭവത്തിന്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും തമ്മിൽ ഗുണിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഡെക്കിൽ നിന്ന് റെഡ് കിങ് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി 2/52 ആണ്. അത് കഴിഞ്ഞ് അടുത്ത കാർഡ് ബ്ലാക്ക് കിങ് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി 2/51 ആണ്. കാരണം ഇപ്പോൾ ടോട്ടൽ 51 കാർഡ് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം നേരത്തെ എടുത്തു കഴിഞ്ഞു. ഇനി 2 കാർഡ് എടുക്കുമ്പോൾ ആദ്യത്തേത് റെഡ് കിങ്ങും രണ്ടാമത്തേത് ബ്ലാക്ക് കിങ്ങും കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/52 ഗുണിക്കണം 2/51 ആണ്. AI-യിൽ ഈ നിയമങ്ങൾ കമ്പൈൻഡ് പ്രോബബിലിറ്റികൾ കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഉപഭോക്താവിന് ആക്ഷൻ സിനിമകളോ അല്ലെങ്കിൽ കോമഡി സിനിമകളോ ഇഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി കണക്കാക്കാൻ അഡീഷൻ റൂൾസ് ഉപയോഗിക്കുന്നു. അതേസമയം ഒരു ഇമെയിൽ സ്പാമും അതിൽ ലോട്ടറി എന്ന വാക്കുമുണ്ടാകാനുള്ള പ്രോബബിലിറ്റി കണക്കാക്കാൻ ഗുണന നിയമം ഉപയോഗിക്കുന്നു.
മൊത്തത്തിൽ 4 തരം പ്രോബബിലിറ്റി ഉണ്ട്. ഓരോന്നിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അതിന്റേതായ പ്രാധാന്യമുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി തിയററ്റിക്കൽ പ്രോബബിലിറ്റി. ഇത് നമ്മൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു നാണയമെറിയുമ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത 2-1 നമ്മൾക്ക് പറയാം. ലോജിക്കലായി ചിന്തിച്ചാൽ തന്നെ ഇത് കിട്ടും. രണ്ടാമത്തേത് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി. യഥാർത്ഥ പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ് എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി. ഉദാഹരണത്തിന്, ഒരു എക്സ്പെരിമെന്റ് നടത്തുക. നമുക്ക് ഒരു നാണയം 100 തവണ എറിഞ്ഞ് അതിന്റെ ഫലങ്ങൾ നോക്കാം. 48 പ്രാവശ്യം ഹെഡ് കിട്ടിയെന്ന് കരുതുക. അതിനർത്ഥം ഹെഡ് കിട്ടാനുള്ള എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി 100-ൽ 48. അടുത്തതായി കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഒരു സംഭവം മറ്റൊരു സംഭവത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഡെക്ക് കാർഡ് എടുക്കുക. ഇതിൽ മൊത്തം 52 കാർഡാണല്ലോ ഉണ്ടാവുക. ഇതിൽ നിന്ന് റെഡ് കിങ് കാർഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 2/52 കാരണം ഡെക്കിൽ 2 റെഡ് കിങ് കാർഡാണ് ഉണ്ടാവുക. ഇത് തിയററ്റിക്കൽ പ്രോബബിലിറ്റിയാണ്. ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആവുമ്പോൾ 2 സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ സംഭവം ഡെക്കിൽ നിന്ന് റെഡ് കാർഡ് എടുക്കുക എന്ന് കരുതുക. അതിനുള്ള പ്രോബബിലിറ്റി 26/52 ആയിരിക്കും. കാരണം ഡെക്കിൽ 26 റെഡ് കാർഡാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് റെഡ് കിങ് കാർഡ് എടുക്കുന്നത് രണ്ടാമത്തെ സംഭവമാണെന്ന് കരുതുക. അതിന്റെ പ്രോബബിലിറ്റി 2/26 ആയിരിക്കും. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. AI ഇത് ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു അസുഖം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ രോഗം വരാനുള്ള പ്രോബബിലിറ്റി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പൈത്തൺ കോഡ് നോക്കിക്കോളും. അടുത്തത് ബയേസിയൻ പ്രോബബിലിറ്റി. AI-യിൽ ഏറ്റവും ശക്തമായ പ്രോബബിലിറ്റി ഇതാണ്. പുതിയ ഡേറ്റ വരുമ്പോൾ പ്രോബബിലിറ്റികൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഓരോ തവണയും നമ്മളൊരു ഇമെയിൽ സ്പാമായി അടയാളപ്പെടുത്തുകയോ അല്ലാതെയോ ചെയ്യുമ്പോൾ സ്പാം ഫിൽട്ടർ അതിൽ നിന്നും പഠിക്കുകയും അതിന്റെ പ്രോബബിലിറ്റി അപ്ഡേറ്റ് ചെയ്ത് അതിന്റെ പ്രവചനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രോബബിലിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ ബേസ് തിയറിയും ഫോർമുലയുമുണ്ട്. AI അതുപയോഗിച്ച് ബയേസിയൻ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഫോർമുലയൊക്കെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പ്രോബബിലിറ്റി എന്താണ്, എത്ര തരമുണ്ട്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ശരി സുഹൃത്തുക്കളെ, നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ചില പരിശീലന ചോദ്യങ്ങളിലൂടെ പരീക്ഷിക്കാൻ സമയമായി. ചോദ്യം 1. ഒരു നാണയം 3 തവണ എറിഞ്ഞാൽ അതിന്റെ എല്ലാ ഫലങ്ങളും, അതായത് സാമ്പിൾ സ്പേസ്, നിങ്ങൾക്ക് എഴുതാമോ? അതുപോലെ കൃത്യമായി 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ചോദ്യം 2. നമ്മളൊരു ഡൈ ഉരുട്ടുമ്പോൾ ഒരു ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 4-നേക്കാൾ വലിയൊരു സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 5-ൽ താഴെയുള്ള ഒരു ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ചോദ്യം 3. ഒരു പെട്ടിയിൽ 3 ചുവപ്പ് ബോളുകളും 2 നീല ബോളുകളും 5 പച്ച ബോളുകളും ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ അതിൽ നിന്ന് ഒരു ബോൾ റാൻഡമായി എടുക്കുകയാണെങ്കിൽ ഒരു ചുവപ്പ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അതുപോലെ ഒരു പച്ച ബോൾ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയോ? ചോദ്യം 4. 2 ഡൈകൾ ഒരുമിച്ചുരുട്ടുമ്പോൾ അവയിലെ സംഖ്യകളുടെ തുക കൃത്യം 7 ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സംഖ്യകളുടെ തുക 9-ൽ കൂടുതലാകാനുള്ള പ്രോബബിലിറ്റിയോ? നമ്മുടെ അടുത്ത ക്ലാസ്സിനു മുൻപ് ഇവ സ്വയം ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് സമയമെടുത്ത് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കാനുണ്ടാകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് വേഗത്തിൽ കണ്ണോടിച്ചു നോക്കാം. നമ്മൾ സംഖ്യകൾ, ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ് തുടങ്ങിയ ഡേറ്റയുടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് തുടങ്ങി അവയിലെ പാറ്റേണുകൾ കണ്ടെത്താൻ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ സഹായിക്കുമെന്ന് കണ്ടു. അതിനുശേഷം പ്രോബബിലിറ്റിയുടെ അടിസ്ഥാന കാര്യങ്ങളായ എക്സ്പെരിമെന്റ്സ്, ഇവന്റ്സ്, സാമ്പിൾ സ്പേസ് എന്നിവ നമ്മൾ മനസ്സിലാക്കി. 0 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റിയുടെ അർത്ഥവും നമ്മൾക്ക് മനസ്സിലായി. തിയററ്റിക്കൽ പ്രോബബിലിറ്റി, എക്സ്പെരിമെന്റൽ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് പ്രോബബിലിറ്റി എന്നിങ്ങനെയുള്ള പ്രോബബിലിറ്റിയുടെ വിവിധ തരം നമ്മൾ പഠിച്ചു. അടുത്തതായി മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് ഇവന്റ്സിനെക്കുറിച്ചും അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ നിയമങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ജോയിന്റ് പ്രോബബിലിറ്റിയും ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് പ്രധാനപ്പെട്ടതാകുന്നത്? പ്രോബബിലിറ്റി പോലുള്ള ഇന്ന് പഠിച്ച ആശയങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും നട്ടെല്ല്.
പ്രവചനങ്ങൾ എങ്ങനെ നടത്തപ്പെടുന്നു, അനിശ്ചിതത്വം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മെഷീനുകൾ ഡേറ്റയിൽ നിന്ന് എങ്ങനെ പഠിക്കുന്നു എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഇവ നിങ്ങളെ സഹായിക്കും. സാവധാനത്തിൽ എന്നാൽ ഉറപ്പായും നിങ്ങൾ അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗിനും യഥാർത്ഥ ലോകത്തിലെ AI പ്രൊജക്റ്റുകൾക്കും വേണ്ടിയുള്ള അടിത്തറ കെട്ടിപ്പടുക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എഡ്യൂമലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിനകം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പാഠം വരുമ്പോൾ അറിയിപ്പ് ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. കൂടുതൽ പഠിതാക്കൾക്ക് നമ്മുടെ യാത്രയിൽ ചേരാൻ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. അടുത്ത ക്ലാസ്സിൽ കാണാം.